ഒരു ഗമയാണ്. ഇപ്പോൾ നമ്മളൊരു BMW കാറും ഒക്കെ ആയിട്ട് പോകുന്ന പോലെ അല്ലേ വീട്ടിൽ അടുക്കളയിൽ 70,000-80,000 രൂപയുടെ ഒരു സ്റ്റൗ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് അപ്പോൾ ഇതിനകത്ത് അഴുക്കെന്ന് പറയാൻ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. ഈ ശ്രദ്ധിക്കേണ്ട 1-2 ചെറിയ സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ സംഗതി കിടുവാണ്, പൊളിക്കും. വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 ലുക്കാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ട് നമ്മൾ അതുകൊണ്ടൊന്നും ആരും ഇപ്പോൾ വണ്ടി ഇടിക്കുന്നില്ലേ എന്നും പറഞ്ഞിട്ട് ആരും വണ്ടി ഓടിക്കാതിരിക്കുകയോ വാങ്ങിക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഈ ഒരു നോബ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു നോബാണ്. ഒരു പ്രത്യേക ഫീലാണ് ഇങ്ങനത്തെ ഒരു പ്രീമിയം നോബിൽ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു ഫീലെന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. ഇതൊരു കിണ്ണം കാച്ചി സ്റ്റൗ ആണ്. ഇതിൻ്റെ പല വേരിയൻ്റ് ഉണ്ട്. അതിൻ്റെ ബർണറിന് കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പുറത്ത് ഗൈസ് പറഞ്ഞോ, ഹായ് പറയാനല്ല, നമ്മൾ ഇന്ന് ഏത് വീഡിയോ ചെയ്യാൻ പോണെന്ന് ഐലൻഡ് അല്ല, ഇത് സ്പിൽ പ്രൂഫ് സ്റ്റൗ. ഐലൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷെ എന്നാലും ഇത് ചെയ്തേക്കാന്ന് വിചാരിച്ചു. കൂടുതലും ആൾക്കാർ ഇതാ ചോദിക്കുന്നത്, സ്പിൽ പ്രൂഫ് എങ്ങനെയുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഏത് കട ഞം തിന്നണം എന്നുള്ള ഒറ്റ വിചാരമല്ലേ ഉള്ളൂ. നമ്മൾ അതിനു വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത്. മീൻ വാങ്ങിക്കാനാണ്, ഫുഡ് അടിക്കാൻ. അപ്പോൾ ഓക്കെ, സംഭവം എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്പിൽ പ്രൂഫ് അടുപ്പുകൾ, അതായത് തിളച്ച് ചാടി വീണ് കഴിഞ്ഞാൽ അകത്ത് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് വീഡിയോസ് അല്ല, സ്പിൽ പ്രൂഫിൻ്റെ ഓരോ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. ചേട്ടാ സ്പിൽ പ്രൂഫ് എങ്ങനെയാണ്, നല്ലതാണോ, സ്പിൽ പ്രൂഫ് സ്റ്റൗ എടുത്താൽ ഗുണമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സാധനം കൊണ്ട് വരുന്നില്ല, നല്ലതായിട്ട് പല്ല് കേൾക്കാത്തോണ്ടാന്ന് തോന്നുന്നു. സ്പിൽ പ്രൂഫ് ചുമ്മാ ഒന്ന് 2-3 വട്ടം പറഞ്ഞു നോക്കാം, അപ്പം അറിയാം അതിൻ്റെ വിഷമം. ഓക്കെ, സ്പിൽ പ്രൂഫ് എന്ന് പറയുന്ന സ്റ്റൗ, അതായത് അത് വേണം, നമുക്ക് മലയാളം മതിയല്ലേ. തിളച്ച് ചാടിയ അകത്തേക്ക് പോകത്തില്ലാത്ത സ്റ്റൗ, ഹോബ്, ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കുന്ന ഹോബ്. അപ്പം ആ സാധനത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാൻ പറ്റും. നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. സ്പിൽ പ്രൂഫ് അടുപ്പ് എന്താണെന്ന് അറിയാൻ മേലാത്ത കുറച്ച് ചങ്ങാതിമാരുണ്ട്. അപ്പോൾ അവർ ആദ്യം ഇതെന്നാന്ന് ചുറ്റി കണ്ടിട്ട് പോകും. ഇതിനകത്ത് കുറേ സംഭവങ്ങൾ കാണാനായിട്ടുണ്ട്. അതിൻ്റെ ബർണറിൻ്റെ ഡിസൈൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന സാധനത്തിന്റെ മോഡല് എന്നാന്ന് പറഞ്ഞാൽ, ഇത് ആദ്യം തന്നെ പറയാം, ഇത് എല്ലിക്കാട് ഇതാണ്. വേൾപൂൾ എന്ന് എഴുതിയത് കൊണ്ട് വേൾപൂൾ എന്ന് വിചാരിക്കേണ്ട, എല്ലിക്കാട് ആണ് സ്റ്റവ്. അപ്പം ഇതിന്റെ മോഡൽ വരുന്നത് DFS MFC എന്ന് പറയുന്ന സീരീസിൽ വരുന്ന ഒരു മോഡലാണ്, ഡീലക്സ് മോഡലാണ് അത്. എല്ലിക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലിക്കയിൽ കുറേ മോഡൽസ് ഉണ്ട്, DFS കൂടിയിട്ട് കുറേ മോഡൽസ് ഉണ്ട്. ആദ്യം DFS എന്നാന്ന് പറഞ്ഞുതരാം. ഡയറക്റ്റ് ഫ്ലെയിം എന്ന് പറയുന്ന ടെക്നോളജിയിൽ വരുന്നതാണ് DFS എന്ന് പറയുന്നത്. എല്ലിക്ക യൂസ് ചെയ്യുന്ന ഒരു വേർഡ്. അത് ഓരോ ബ്രാൻഡുകളിലും പല പല വേർഡിലായിരിക്കും അറിയപ്പെടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയുന്ന ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, പണ്ട് നിങ്ങൾ കണ്ടിരുന്ന ഒരു ബർണറുണ്ട്, അതായത് നമ്മൾ ഹോബ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ചാടി വീഴുന്ന ഒരു ബർണറുണ്ട്. ഏതാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ബർണർ. അതായത് പണ്ട് ഹോബുകളിൽ ഈ ബർണർ മാത്രമായിരുന്നു അവൈലബിലിറ്റി ഉണ്ടായിരുന്നത്. അതായത് ബ്രാസ് ബർണറിന്റെ ഹോബുകൾ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഈ ബർണർ മാത്രമായിരുന്നു അവൈലബിലിറ്റി ഉണ്ടായിരുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ കണ്ട ആ ബർണർ, അതായത് പണ്ട് ഹോബുകൾ എന്ന് പറയുമ്പോൾ മെയിൻലി
ഈ ഒരു ബർണറാണ്. അവൈലബിലിറ്റി ഉണ്ടായിരുന്ന ബർണർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ബർണറാണ്. പിന്നെ അത് പല പല ഡിസൈനിലേക്ക് മാറി കുറേ ഡിസൈനുകൾ ഇങ്ങനെ ചാടി ചാടി വരാൻ തുടങ്ങി. അതിനകത്ത് ചില മോഡലുകൾ കിട്ടാനില്ല, ചില മോഡലുകൾ കിട്ടാനുണ്ട്. ഇപ്പോഴും പണ്ട് വാങ്ങിച്ച ഒരു 10 വർഷം മുമ്പ് വരെ വാങ്ങിച്ച ചില ബർണറുകൾ ഇപ്പോഴും കിട്ടാനില്ലാത്ത മോഡലുകളൊക്കെ ഉണ്ട്. അപ്പം അത് ഇങ്ങനെ ഓരോ കമ്പനികൾ പരീക്ഷണാർത്ഥം സൃഷ്ടിച്ചു കൊണ്ടുവരുന്ന ഓരോരോ മോഡലുകളാണ്. അപ്പം ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നാന്ന് പറഞ്ഞാൽ അന്ന് ആ ബർണർ, അതായത് ഞാനിപ്പോ നിങ്ങളെ കാണിച്ച ആ ബർണർ ഇറങ്ങിയ പോലെ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരു ബർണറാണ് ഈ ബർണർ. അതായത് സ്പിൽ പ്രൂഫ് എന്ന് പറയുന്ന ടെക്നോളജി ഇറങ്ങിയപ്പോൾ, അതായത് അങ്ങനെ ഇപ്പൊ എല്ലാം ഇങ്ങനെയാണല്ലോ, ഇപ്പൊ ഫിൽറ്റർലെസ് എന്ന് പറയുന്ന ടെക്നോളജി ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്പിൽ പ്രൂഫ് എന്ന് പറയുന്ന ടെക്നോളജി ഇറങ്ങിയപ്പോൾ നിങ്ങൾ എവിടെ നോക്കിയാലും ഈ ഒരു ടൈപ്പ് ഓഫ് ബർണർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് ബ്രാൻഡിൽ നോക്കിയാലും ഇപ്പൊ ഈവൻ എന്താ പറയുന്നത് നമ്മുടെ ലോക്കൽ ബ്രാൻഡുകളൊന്നും കാണുന്നില്ല, എന്നാലും താരതമ്യേന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും, ഇപ്പം ഫേബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്ലെൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇത് എന്താ പറയുന്ന പ്യൂർ ഫ്ലെയിംസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ബോഷിലില്ല സോറി, അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് ഹിൻഡ്വെയർ ആയിക്കോട്ടെ, അങ്ങനെ ഇല്ല എല്ലാ ബ്രാൻഡുകളിലും ഈവൻ നമ്മുടെ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്രോംപ്ടന്റെ ബർണറുകളിൽ വരെ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ബർണർ കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം, ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബർണർ, സ്പിൽ പ്രൂഫ് ബർണർ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇച്ചിരി വില കൂടുതലാണെങ്കിലും ഇതിന് അവൈലബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു വാസ്തവം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പിൽ പ്രൂഫ് ബർണറുകൾ എടുക്കുന്നതിൽ വലിയൊരു പേടി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വാറണ്ടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഏത് കാലത്താണെന്ന് പറഞ്ഞാലും ഈ സാധനത്തിന് വിലയാണ്, അത്യാവശ്യം നല്ല വിലയുണ്ട്. ഒരു 7,000-8,000 രൂപ ഒക്കെ വില വരുന്നുണ്ട് ബർണറിന്. ഒരു 6,700 മുതലൊക്കെ വില വരുന്നുണ്ട് ലോക്കൽ അല്ലാത്ത കാരണം. ഇപ്പം നല്ല ബ്രാൻഡുകളിൽ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് കമ്പനി 5 വർഷം വാറണ്ടി വരെ പല ബർണറുകളുടെ കമ്പനികളും 5 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതില് കാറ്റഗറി വേർതിരിച്ചിട്ട് ചിലർ 1 ഇയർ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും 2 ഇയർ കൊടുക്കുന്നവരുണ്ട്, 5 ഇയർ കൊടുക്കുന്നവരുണ്ട്. ഇപ്പൊ ഇതിന്റെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 5 ഇയർ ആണ് കമ്പനി തരുന്നത്. പക്ഷെ അത് നമ്മൾ കണ്ടീഷൻ സപ്ലൈ കാര്യങ്ങൾ കാണും, അത് നമുക്ക് അറിയില്ല. പക്ഷെ നിലവിൽ കമ്പനി പറഞ്ഞിരിക്കുന്നത് 5 ഇയർ എന്നാണ് ബർണറിന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും 5 ഇയറിനുള്ളിൽ മാറി കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റുള്ള ബ്രാൻഡുകളെ പോലെ തന്നെ എല്ലാ ബ്രാൻഡുകൾക്കും അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എനിവേ എന്തായിരുന്നാലും നിങ്ങൾ ഒരു എക്സ്റ്റൻഷൻ വാറണ്ടിയോ വല്ലതും എടുത്തിരുന്നാൽ അത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഇതിന് കിട്ടാനായിട്ട് അവൈലബിലിറ്റി കുറവില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. ഇത് കിട്ടും. പിന്നെ അതിന്റെ വേറൊരു ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സ്പിൽ പ്രൂഫിന്റെ ഏത് ബർണർ എടുത്ത് നോക്കിയാലും ഏത് ബ്രാൻഡിൽ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്തിടാൻ പറ്റും. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളൂന്നല്ല വരാനുള്ളൂ. ഞാൻ കുറച്ച് സെർച്ച് ചെയ്താണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിടാൻ പറ്റും. ഈ ഒരു ടോപ്പിൽ മാത്രം, പണ്ട് ഞാൻ കുഷീനയുടെ ഒരു ടോപ്പ് എടുത്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടോപ്പിൽ മാത്രം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. പക്ഷെ എങ്കിലും ഈ ഒരു ബെഡെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത്. അതുപോലെ തന്നെ ബെഡിൽ നിന്ന് നമ്മൾ മിഷൻ ട്യൂബിലേക്ക് വരുന്ന ഭാഗവും ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബർണറിൽ വലുതായിട്ട് പേടിക്കാനില്ല. പിന്നെ ഇത് പവർഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയാം. ഡയറക്ട് ഫ്ലെയിം DFS എന്ന് ഈ കമ്പനി എലീക വിളിക്കുന്ന DFS എന്ന് വിളിക്കുന്ന ആ ഡയറക്ട് ഫ്ലെയിം എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, സാധാരണ ബർണറുകൾ നമ്മൾ സൈഡിൽ സ്ലോട്ട് വരാറുണ്ട്. അതായത് ഇത് കണ്ടോ, ഇതിന് സൈഡിൽ സ്ലോട്ട് വരാറുണ്ട്. സാധാരണ ബർണറുകൾ സൈഡിൽ സ്ലോട്ട് വരും, അകത്തും സ്ലോട്ട് വരും. അതേ സ്ഥാനത്ത് ഇതിന് സൈഡുകളിൽ സ്ലോട്ട് ഇല്ല, മേളിലാണ് സ്ലോട്ട് ഉള്ളത്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. അപ്പം ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നതിന് പകരം ഇവിടുന്ന് നേരിട്ട് ഡയറക്റ്റ് ഫ്ലെയിം പാത്രത്തിനടിയിലേക്ക് വരും. അതാണ് ഡയറക്ട് ഫ്ലെയിം എന്ന് ഇതിന് പേര് വരാനായിട്ട് ഉള്ള കാരണം. അത് പല കമ്പനികളും പല പേരിലാണ് വിളിക്കുന്നത്. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇത് പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു റിങ് മാത്രമായിട്ട് ഒരു കമ്പനിയും മാറി തരില്ല. നിങ്ങൾ ഇത്രയും സാധനം മാറേണ്ടി വരും. പിന്നെ ഇതിനകത്ത് വേറൊരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ക്യാപ്പ്. ഈ ക്യാപ്പിന് കുറച്ചും കൂടെ കനം കൊടുത്തിരുന്നെങ്കിൽ, അത് ഞാൻ ഒരിക്കലും നമ്മുടെ എലീക്കയിലെ മാത്രമല്ല പറയുന്നത്, ഇങ്ങനെയുള്ള ഓൾ കമ്പനികളിലാണ് പറയുന്നത്, എല്ലാ ബർണറുകളുടെ ഈ ക്യാപ്പിന് താരതമ്യേന ഒരു കനം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു ചെറിയൊരു ഫ്ലോപ്പ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊരെണ്ണം പോയാലും നിങ്ങൾ ഇത് ഫുള്ളായിട്ട് മാറേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വാറണ്ടിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ഞാൻ വാറണ്ടി എടുക്കണം, നിങ്ങൾ വാറണ്ടിയിലേക്ക് പെടും എന്ന് ഞാൻ പറഞ്ഞിട്ട കാര്യം. പക്ഷെ എന്നാലും അത്യാവശ്യം ക്ലീൻ ചെയ്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ ഈ പറയുന്ന ഒരു 3, 4, 5 വർഷമൊക്കെ
ഇത് പോയെന്നിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ മുട്ടത്തോട് പോലെ ഇരിക്കുന്ന ക്യാപ്പുകൾ വരെ 6 വർഷം വരെ യൂസ് ചെയ്ത വീടുമുണ്ട്. എന്നാൽ നല്ല ക്യാപ്പുകൾ 1 വർഷം കൊണ്ട് കളഞ്ഞ വീട്ടുകാരും ഉണ്ട്. അപ്പം അത് നമ്മൾ ഡിപ്പെൻഡബിൾ ആണ്, നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. എപ്പോഴും ഹോബ് എന്ന് പറയുന്നത് നമ്മൾ വല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കുറച്ച് കൂടുതലും അതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിന്റെ പാൻ സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഡയറക്ട് ഫ്ലൈമിന്റെ പാൻ സപ്പോർട്ടും ഇതുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. കുറച്ചൊരു ഹെവിനെസ് ഉള്ള പാൻ സപ്പോർട്ട് ആയിരിക്കും, അത്യാവശ്യം നല്ല പാൻ സപ്പോർട്ട് ആയിരിക്കും, വലിയൊരു കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ് ഒരിത്. പിന്നെ ഇതിന്റെ ഹെവി ബർണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ ഹെവി ബർണർ. ഹെവി ബർണറിൽ ഇതിന് 2 ജെറ്റ് വരുന്നുണ്ട്. അതായത് മൾട്ടി ഫ്ലെയിം, അതായത് MFC എന്ന് പറയുന്ന ഒരു മൾട്ടി ഫ്ലെയിം കൺട്രോൾ എന്ന് പറയും. എലീക്കയെ തന്നെ വിശേഷപ്പെടുത്തുന്ന ഒരു വാക്കാണ് മൾട്ടി ഫ്ലെയിം കൺട്രോൾ എന്ന് പറയുന്നത്. അത് പല ബ്രാൻഡുകളും പല രീതിയിലായിരിക്കും പറയുന്നത്. എനിവേ എലീക്ക അതിനെ MFC എന്ന് പറയുന്നത്, അതായത് മൾട്ടി ഫ്ലെയിം കൺട്രോൾ. അതായത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്, ഇത് തീ ഓൺ ആക്കുന്ന സമയത്ത് ഫുൾ ഫംഗ്ഷൻ, അത് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അതായത് നമ്മൾ ഇതിപ്പോൾ തീ കത്തിക്കുന്ന സമയത്ത് ഇത് കണ്ടോ, മൾട്ടി ഫ്ലെയിം കൺട്രോൾ എന്ന് പറയുന്ന ഇതാണ്. നിങ്ങൾ ഇതിൽ നോബിൽ തന്നെ നോക്കുവാണെങ്കിൽ കാണാം. ഇത് കണ്ടോ, ഇതിനകത്ത് 3 സെറ്റ് കൺട്രോൾ കാണിക്കുന്നുണ്ട്. അതേസമയം ഇതിലാണെങ്കിൽ 2 സെറ്റേ ഉള്ളൂ. ഈ ഒരു നോബ് ഇതിനെയാണ് ബേസ് ചെയ്യുന്നത്, ഈ ഒരു നോബ് ഇതിനെയാണ് ബേസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഇച്ചിരി കൂടെ ക്ലിയർ ആയില്ലേ? ഈ ഒരു നോബ് ഇതിനെ, ഈ ചെറിയ ബർണറിനെയാണ് ഈ ഒരു നോബ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു നോബ് വലിയ ബർണർ, അതായത് MFC നമുക്ക് ഇതിലും മാത്രമേ MFC വർക്ക് ആകത്തുള്ളൂ, ഇതിൽ MFC ഇല്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഇത് രണ്ടും ഒരുപോലല്ലേ ഇരിക്കുന്നതെന്ന്. അങ്ങനെയല്ല, MFC എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ 2 ജെറ്റ് ഉണ്ട് കണ്ടോ, ഇവിടെ 1 ജെറ്റേ ഉള്ളൂ കണ്ടോ. അതായത് ഈ 2 ജെറ്റുള്ള ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് 2 കൺട്രോൾ വരും. അതായത് ഇതിൻ്റെ വാൽവിനും വ്യത്യാസമുണ്ട്. ഇതിൻ്റെ വാൽവ് 2 പവർ കൺട്രോൾ, അതായത് ഔട്ട്പുട്ട് കൺട്രോൾ 2 വരുന്ന പൈപ്പ് ലൈൻ ആയിരിക്കും ഇതിലെ വരുന്നത്. അതായത് ഒരു പൈപ്പ് ഇതിനും ഒരു പൈപ്പ് ഇതിനും വരും. അതേ സ്ഥാനത്ത് ഇതിലാണെങ്കിൽ ഒരു പൈപ്പ് മാത്രമേ ഇവിടെ വരത്തുള്ളൂ. കൺട്രോൾ സാധാരണ സ്റ്റൗവിൻ്റെ പോലെ ഒരു പൈപ്പ് മാത്രമേ വരുള്ളൂ. ഇതിലാണെങ്കിൽ 2 പൈപ്പ് വരും. അപ്പോൾ അതിൽ സംഭവിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഇത് കണ്ട, ഇതിങ്ങനെ തീ കത്തിക്കുന്നു, നേരെ കത്തിക്കുന്ന സമയത്ത് ഇതിൽ ഫുൾ ഫ്ലെയിം ആയിരിക്കും ഇതിൽ കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൽ കത്തിക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഫുള്ളായിട്ട് കത്തി നിൽക്കും. നമ്മൾ സിം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് കണ്ടോ, ഇങ്ങനെ സിം ചെയ്യുന്നു. അപ്പോൾ ഒരെണ്ണത്തിലേക്ക് ഈ നോബ് ഇവിടെ വരുമ്പം ഈ ഒരെണ്ണം കട്ടാവും. ഒരെണ്ണം കട്ടാവെന്ന് പറഞ്ഞാൽ ഈ സൈഡിലെ മൊത്തം തീ അണഞ്ഞിട്ട് ഈ നടുക്ക് മാത്രം കത്തി നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ സിം ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഈ നടുക്കത്തത് പിന്നെയും കുറച്ചും കൂടെ സിം ആവും. അതാണ്, അതായത് 3 ഫംഗ്ഷനാണ്. അതായത് ഒരു ഫംഗ്ഷൻ ഇതാണ്, ഇത് കട്ടായി കഴിയുമ്പോൾ അടുത്തൊരു ഫംഗ്ഷൻ വരും. ആ ഫംഗ്ഷൻ അത് പിന്നെ നമുക്ക് സിം ചെയ്യാൻ പറ്റും. അതായത് 3 ഫംഗ്ഷനിൽ ഇത് വർക്കാവും, 3 ഫ്ലെയിം കൺട്രോൾ വരും. അതിനാണ് മൾട്ടി ഫ്ലെയിം കൺട്രോൾ എന്ന് പറയുന്നത്. അതൊരിക്കലും ഇതിൽ വരില്ല, ഒറ്റ ഫ്ലെയിമേ വരുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ സംഭവമൊന്നുമല്ല. മൾട്ടി ഫ്ലെയിം കൺട്രോൾ എന്ന് പറയുന്നത് ഭയങ്കര ആനകൂനയായിട്ടൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതിൽ ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. ഇതിൽ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇതിൽ ഉണ്ട് സംഭവം, പക്ഷെ ഇത് മൾട്ടി ഫ്ലെയിം ആണോ എന്ന് അഴിച്ചാലേ അറിയുള്ളൂ. പക്ഷേ ഇതിലും സിമ്പിളായിട്ട്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പഴക്കമില്ലാത്ത സ്റ്റൗവാണ്. ഞാൻ ഇതിൽ സിമ്പിളായിട്ട് വേറൊന്നും കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം കാണിച്ചില്ലേ ആ സ്റ്റൗ തന്നെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പോൾ ഈ സ്റ്റൗ ഇതിൽ മൾട്ടി ഫ്ലെയിം കൺട്രോളാണ് വരുന്നത്. ഇതിനകത്ത് 2 കൺട്രോൾ, അതായത് നമ്മൾ ഇങ്ങനെ തീ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് കത്തും. പിന്നെ നമ്മളിങ്ങനെ സിം ചെയ്യുന്ന സമയത്ത് ഇത് മാത്രം കത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വെക്കുമ്പം ഇത് കുറച്ചുകൂടെ സിം ആവും. അതായത് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ആ ഫംഗ്ഷൻ ഇതിനകത്തുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സ്റ്റൗ ആണ്, അതിലും ആ ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് അതൊരു വലിയൊരു സംഭവമൊന്നുമല്ല. പക്ഷേ പുതിയൊരു ഇതാണ് ഞാൻ നേരത്തെ നമ്മുടെ എന്താ പറയുന്നത്, കുഷീനാട ഞാൻ പറഞ്ഞില്ലേ, മേളത്തെ നോബിന് മാത്രമേ വ്യത്യാസം, മേളത്തെ ക്യാപ്പിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അടിയിലത്തെ എല്ലാം സെയിം ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അതാണ് ഇത് കണ്ടത്, ഇതിൻ്റെ മേളത്തെ ക്യാപ്പിന് ഈ ഒരു ഡിസൈൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വരുന്നത്, വ്യത്യാസമൊന്നുമില്ല. ഇതും ഡയറക്റ്റ് ഫ്ലെയിമാണ് കേട്ടോ, ഡയറക്റ്റ് ഫ്ലെയിമും സ്പിൽ പ്രൂഫും ആണിത്. അപ്പം നമുക്ക് തിരിച്ച് അതിലേക്ക് തന്നെ പോവാം.
അപ്പോൾ അതാണ് ഇതിനകത്ത് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഈ MFC എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് വരുന്നത് അതാണ്. പിന്നെ ഈ ഒരു മോഡലിനകത്ത് നമ്മൾ FFD ഇല്ലാത്തതാണ്, അതായത് ഫ്ലെയിം ഫെയിലിയർ ഡിവൈസ് എന്ന് പറയുന്ന ഡിവൈസ് നമുക്കില്ല. അതിന് വരെ ഇവർ ഇതൊരു സ്റ്റഡ് ഇതിനകത്ത് ചുമ്മാ തന്നിട്ടേ ഉള്ളൂ. ഫ്ലെയിം ഫെയിലിയർ ഡിവൈസ് ഇതിലില്ലാത്ത മോഡലാണ്. പക്ഷേ എങ്കിലും ഇത് വില കൂടിയ മോഡലാണ്. 70,000 രൂപയോളം വില വരുന്ന ഒരു സ്റ്റൗ ആണ് ഇത്. പിന്നെ ഇനി ഇതിൻ്റെ ഒരു ഡ്രോബാക്കിലേക്ക് നമുക്ക് പോയാലോ. എല്ലാം നല്ലത് തന്നെ പറഞ്ഞാൽ എനിക്കാണ് ഒരു സുഖം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ഇത് കണ്ടോ, ഈ ഒരു സാധനത്തിൻ്റെ ഇത് കണ്ടോ, ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഈ ജെറ്റ് പിടിപ്പിച്ചിരിക്കുന്നത് ഇത് പല, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ സ്റ്റൗ ഒക്കെ ഇറങ്ങിയിട്ടില്ലേ, നമ്മളിങ്ങനെ നേരെ പൊക്കിയിട്ട് അടി ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്, അതിലെല്ലാം ഇറങ്ങിയിരിക്കുന്ന ഓൾമോസ്റ്റ് ഈ സെയിം ടെക്നോളജി തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് അലോയ് ആണ്. ഇത് അലോയ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിയുമ്പം ഇതിന് സ്ട്രെങ്ത് കുറയും. കുറേ നാളൊക്കെ ഒരു 5 വർഷം 6 വർഷമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് കുറയും. ആ സ്ട്രെങ്ത് കുറയും. ആ കുറയുന്ന സമയത്ത് ഒരു പക്ഷേ വെള്ളമൊക്കെ അഴുക്കൊക്കെ വീണ് നിങ്ങൾ ക്ലീൻ ആക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, അതായത് സ്പിൽ പ്രൂഫ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അകത്ത് വെള്ളം കയറത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നും പറഞ്ഞിട്ട് നമ്മളിത് വൃത്തിയാക്കല്ലെന്നല്ല അർത്ഥം. പക്ഷേ പല വീടുകളിലും ചെല്ലുമ്പോൾ ഞാൻ വൃത്തിയില്ലാതെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതിനകത്ത് വെള്ളമൊക്കെ കയറി ഇതിനകത്ത് ഫംഗസ് കയറിയിരിക്കുന്ന ഒരു ടൈമിലാണെങ്കിൽ ഇത് ദ്രവിച്ച് പോകാനായിട്ട് എളുപ്പമാണ്. ദ്രവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നല്ലതായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് അടിച്ചാൽ മതി, ഇത് ഒടിഞ്ഞു പോകും. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഈ ഒരു സാധനത്തിനുണ്ട്. അതായത് എല്ലാ സാധനത്തിനും നല്ലതും ഉണ്ട്, അതിന് പുറമെ ചീത്തയും ഉണ്ട്. അപ്പം എപ്പോഴും എന്നും പറഞ്ഞിട്ട് ഇത് ആരും വാങ്ങിക്കുന്നില്ലെന്നല്ല കേട്ടോ. ഇത് ഡയറക്റ്റ് ഫ്ലെയിം ഉള്ള ഡയറക്റ്റ് ഫ്ലെയിം എന്നല്ല, ഈ സ്പിൽ പ്രൂഫ് സ്റ്റൗകളെല്ലാം നിങ്ങൾ ഏത് കമ്പനി എടുത്താലും, നിങ്ങൾ ഇനി സ്വന്തമായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ സ്പിൽ പ്രൂഫ് ഇങ്ങനെയല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നല്ലതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അഴുക്ക് കയറില്ല എന്നുള്ളതാണ് നിങ്ങൾ ഈ പറയുന്നത്. അത് ഈ ഒരു വാഷ് ഉണ്ടോ, ഇതൊരു റബ്ബർ വാഷാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ, ഇതൊരു റബ്ബർ വാഷ്. ഇതുപോലെ ഇതിനകത്ത് ഒരു വാഷുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു സീല് പോലൊരു വാഷ് കാണാം. അത് കുറേ നാൾ കഴിയുമ്പോൾ അതൊക്കെ പോവും. അത് പോയി കഴിഞ്ഞാൽ അതിനകത്തേക്ക് വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങാതൊന്നും ഇരിക്കത്തൊന്നുമില്ല. പക്ഷേ എന്നാലും ഓക്കെ, നല്ല ടെക്നോളജിയാണ്. പക്ഷേ അതിലുപരി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് എപ്പോഴും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുവാണ്. നിങ്ങൾ എത്ര നാൾ കൊണ്ടുപോയാലും ഇതിനൊരു കംപ്ലൈൻറ്റും വരില്ല, അവിടെ തന്നെ കിടന്നോളും. കാരണം അകത്തേക്ക് വെള്ളം ഇറങ്ങുന്നില്ലാത്തതുകൊണ്ട് തന്നെ അഴുക്കൊന്നും അകത്ത് അധികം ആകുന്നില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ അഴുക്ക് വെള്ളം അകത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് വെച്ച് നിങ്ങൾ ക്ലീൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ സാധനം നശിച്ചു പോകും. അതായത് ഇതിന് വലിയ ബലമില്ല. കമ്പനി ഇതിനൊരു ഇച്ചിരിയും കൂടെ സൈസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കുറച്ചൊന്ന് സ്ട്രെങ്ത് ഉള്ള ടൈപ്പ്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ നല്ലതായിട്ടൊന്ന് ഇതിലൊന്ന് ഇങ്ങനെ തട്ടിയാൽ മതി, ഇത് ഒടിഞ്ഞു പോകും. ഞാൻ നല്ലൊരു ബലം കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതിലൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ. അത്രയ്ക്കുള്ള ബലം ഇതിനുള്ളൂ. അപ്പം അത് ഓരോന്നും ഓരോരോ രീതിയിലാണ് ഓരോ ആൾക്കാർ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ ആ ഡിസൈൻ ചെയ്ത സമയത്ത് ഇത് ഇച്ചിരി വലുതായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു എനിക്ക്. അതായത് വലുതായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു സ്ലോട്ട് അതിനനുസരിച്ച് വലുതാവണമെന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ ഡിസൈനിങ്ങിൻ്റെ ഒരു ഫ്ലോപ്പായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഈവൻ മോശമൊന്നുമല്ല പറയുന്നത്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാമോ ഇവൻ വലിയ ആളാണ്, ഇവൻ കുറേ കുറ്റം കണ്ടുപിടിക്കാൻ. അങ്ങനെയല്ല, നമ്മളെല്ലാ ഭാഗത്തിൻ്റെ നല്ലതും ചീത്തയും കണ്ടുപിടിക്കണം. അല്ലാതെ നല്ലത് മാത്രം പറയാനായിട്ടാണെങ്കിൽ പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ആവശ്യമില്ലല്ലോ, നിങ്ങൾ എൻ്റെ വീഡിയോ കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്കും പറയണം, എല്ലാം പറയണം. അപ്പോൾ സ്പിൽ പ്രൂഫ് നിങ്ങൾ ഏത് കമ്പനി എടുത്താലും, നിങ്ങൾ എവിടെ നിന്ന്, നിങ്ങൾ ലോകത്തെ ഏത് സ്പിൽ പ്രൂഫ് പോയി എടുത്താലും ഈ ഒരു സെയിം മെത്തേഡായിരിക്കും അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാധനം, അതായത് ഈ ജെറ്റ് പിടിപ്പിക്കുന്ന ഇതിനകത്ത് വേറൊരു ഇതുകൊണ്ട് എപ്പോഴും ഈ ജെറ്റ് അഴിക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്താ പറയുന്നത്, നമ്മൾ ഒന്ന് ബലമായിട്ടൊന്ന് പിടിച്ചഴിക്കാൻ അഴിയുന്നില്ലാത്തൊരവസ്ഥ വന്നാൽ ഇത് വെച്ചിട്ട് നമ്മൾ അഴിക്കുന്ന സമയത്ത് ഒരു കൂടുതൽ ബലം കൊടുത്താലും മതി, ചിലപ്പോൾ ഇത് ഒടിഞ്ഞു പോകാൻ. അപ്പോൾ അങ്ങനെയുള്ള കുറേ എന്താ പറയുന്നത്, കുറേ ഡ്രോബാക്കുകളും ഇതിൻ്റെ നല്ലതിന് പുറമെ അങ്ങനെയുള്ള കുറേ ഡ്രോബാക്കുകളും ഉണ്ട്. പിന്നെ പലരും ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ട്രേ ദ്രവിച്ചു പോകുന്ന കാര്യം. അതായത് പണ്ട് എനിക്ക് തോന്നുന്നു ഹാഫ് ലേയിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു സംഭവമാണ് ഈ ട്രേ ദ്രവിച്ചു പോകുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഹാഫ് ലേയിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇങ്ങനത്തെ ബ്ലാക്ക് ട്രേ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നല്ലതായിട്ട് അറിയത്തില്ല, അതറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. പക്ഷേ എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഈ ഒരു പൗഡർ കോട്ട് പെയിൻറ്റ് വെച്ചിട്ട് വന്നിരിക്കുന്ന ഒരു ട്രേ എൻ്റെ അറിവിൽ ആദ്യമായിട്ട് ഞാൻ ഹാഫ് ലേയിലാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. അവരുടെ കൊറോണ സീരീസിലാണോ, അല്ല കൊറോണ അല്ല, ജെ സീരീസിലാണ് ഞാനത് കാണുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക്
അന്ന് അതിൻ്റെ ഏറ്റവും വലിയൊരു കംപ്ലയിൻ്റ് ആയിരുന്നു ഈ ഒരു സാധനം ദ്രവിച്ചു പോകാന്ന് പറയുന്നത്. കാരണം നിങ്ങളൊക്കെ ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കും. ഇപ്പോൾ ഇതിൻ്റെ വില 70,000 രൂപ. നിങ്ങൾ ഈ 70,000 രൂപ കൊടുത്തിട്ട് നിങ്ങൾ സ്റ്റൗ വാങ്ങിക്കും. പക്ഷേ ആ 70,000 രൂപ കൊടുത്തതിൻ്റെ മഹിമ നിങ്ങൾ ഒരാഴ്ച കാണിക്കുള്ളൂ. ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഇത് കത്തിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ സ്റ്റൗവിൻ്റെ വിലയെ നിങ്ങൾ ഇതിന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വരുന്നൊരു കുഴപ്പം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ മുടക്കിയ കാശിൻ്റെ ഗുണം നമ്മളിതേ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നശിച്ചു പോകും. എനിക്കെപ്പോഴും ഹാഫ് ലൈലും എന്നല്ല ഇതുപോലുള്ള ബ്ലാക്ക് ട്രേ വരുന്ന, അതായത് എന്താ പറയുന്നത്, പൗഡർ കോട്ട് വരുന്ന എല്ലാ പുതിയ എല്ലാ ഇതിലും ഇതാണ് വരുന്നത്. ഇതുണ്ട്, ഇത് പൗഡർ കോട്ടാണ്, ഇത് പൗഡർ കോട്ടാണ്, ഇതുണ്ട്, ഇത് പൗഡർ കോട്ടാണ്, പിന്നെ ഇതുണ്ട്, ഇത് കണ്ടോ, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഇത് പൗഡർ കോട്ടാണ്. സ്പിൽ പ്രൂഫൊക്കെ മിക്കവാറും പൗഡർ കോട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസ് കെട്ടുകൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇപ്പോൾ ഇത് കണ്ട്, ഇത് എലിക്കാടയാണ്, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കുറച്ചുകൂടെ മെച്ചമായിരിക്കും. പക്ഷേ നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് തരത്തില്ലല്ലോ. അങ്ങനെ ഒരിക്കലും ഒരു കാര്യങ്ങളും നമുക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ. കാരണം എന്നാന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് ഇച്ചിരി കൂടെ ഈ ദ്രവിച്ച് പോകുന്നൊരു കംപ്ലയിൻറ്റ് കുറഞ്ഞേനെ. പക്ഷേ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ വാങ്ങിക്കുന്ന ആൾ കുറച്ച് വൃത്തിയായിട്ട് ഇത് നോക്കുക. ഇതെപ്പോഴും ഇവിടെ ഇടയ്ക്കൊന്നും അഴുക്ക് ഡംപ് ചെയ്യാതിരിക്കുവാണെങ്കിൽ ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും, വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. നിങ്ങളിത് വൃത്തിയായിട്ട് യൂസ് ചെയ്താൽ ഉള്ള കാലം ഇത് വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. ഇനി അതല്ല, നിങ്ങളിത് ശ്രദ്ധിക്കത്തില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എത്ര പൊന്നൊരുക്കി തന്നെന്ന് പറഞ്ഞാലും അത് നശിക്കും. കാരണം ഇതൊന്നാമത് പൗഡർ കോട്ടാണ്. ഇവിടെ തുരുമ്പെടുക്കാനുള്ള ചാൻസ്, വെള്ളം കയറി ഇങ്ങനെയൊക്കെ ഇത് ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അഴുക്കാവാനുള്ള ചാൻസ് അല്ലെങ്കിൽ ദ്രവിച്ച് പോകാനുള്ള ചാൻസ് ഇതിന് കൂടുതലാണ്. പിന്നെ ഇതൊക്കെ ആണെങ്കിലും ഇതിന് വലിയ വിലയൊന്നുമില്ല. ഒരു 10-350 അല്ലെങ്കിൽ ഒരു 400 രൂപയ്ക്കകത്ത് ഈ ഒരു സാധനത്തിന് വില വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു വലിയ കാര്യമല്ല. പക്ഷേ അവിടെ വരുന്നൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഈ സാധനങ്ങൾ ഈ സ്ക്രൂ ഒന്നും അഴിക്കാൻ പറ്റാതെ ദ്രവിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മിക്സിംഗ് ട്യൂബ് ഉൾപ്പെടെ മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ ഒരു ഇത്. പിന്നെ ബാക്കി പതിവ് പോലെ വരുന്ന പുതിയ ടെക്നോളജിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഈ ഒരു നോബ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു നോബാണ്. ഒരു പ്രത്യേക ഫീലാണ് ഇങ്ങനത്തെ ഒരു പ്രീമിയം നോബിൽ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു ഫീലെന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. അത് ഇത് കണ്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ നോർമൽ നോബാണ്. നോർമൽ എന്ന് പറഞ്ഞാൽ അത്ര മോശമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പ്രീമിയം സീരീസിൽ വരുമ്പം ആ നോബിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ചില ബ്രാൻഡിൻ്റെയൊക്കെ നോബ് കണ്ടിട്ടില്ലേ, 900 രൂപ 1000 രൂപയൊക്കെ വിലയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് നല്ല വിലയുള്ളതാണ്. ഇത് ഫുള്ള് ഇത് കണ്ടോ മെറ്റലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹെവിനെസ് ഉള്ള ഒരു എന്താ പറയുന്ന ഒരു നോബാണിത്. കാണാനും ഷോയാണ്, നിങ്ങൾക്ക് യൂസ്ഫുള്ളും ആണ്. അതായത് നമുക്ക് യൂസ് ചെയ്യാനും കുറച്ച് അടിപൊളിയാണ്. ഉണ്ടോ, നല്ല ലുക്കല്ലേ കാണാനായിട്ട്, അടിപൊളിയല്ലേ. പിന്നെ ഇതിൻ്റെ ഗോൾഡൻ ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പ്യൂർ ഫ്ലെയിംസിലൊക്കെ ഇതിൻ്റെ ഗോൾഡൻ ടൈപ്പ്, നമ്മുടെ പ്യൂർ ഫ്ലെയിംസിൻ്റെ ഏത് സീരീസ് ആണ് മറ്റേ ഇരിക്കുന്നത്? അല്ലെന്ന് ആയിരിക്കുന്നത് മറ്റേ ഫേബർ പോലത്തെ നെക്സോ എന്നാ നെക്സായോ? നെക്സാന്ന് പറയുന്ന സീരീസ് ഞാൻ കാണിച്ചു തരാം. നെക്സോ ആണത്? അത് തന്നെ. ഇത് കണ്ടോ നെക്സോടെ ഇത് കണ്ടോ, ഇത് ഗോൾഡൻ ആണ്. ഇതൊരു ഗോൾഡൻ ടൈപ്പാണ്. ഇതിന് വേറൊരു ഫീലാണ്. അത് എനിക്ക് തോന്നുന്നു ഇവർ മെറ്റൽ ഈ പറയുന്ന ഫുൾ ബ്രാസൊക്കെ ആയതുകൊണ്ട് ആ ഒരു ഡിസൈൻ വെച്ചിട്ട് അവർ കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ചുകൂടെ മറ്റേ നോബാണല്ലോ കാണാൻ ഷോ, മറ്റേ നോബ് തന്നെ. പിന്നെ ഇങ്ങനത്തെ നോബൊക്കെ ഇഷ്ടംപോലെ മോഡലുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഞാനിപ്പം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ 3 ബർണറാണ് ഇത് വരുന്നത്. ഇതിന് തന്നെ വരുന്നുണ്ട് 42,000 രൂപ. നല്ല വിലയാണ്. സ്പിൽ പ്രൂഫ് ആയിട്ടുള്ള സ്റ്റൗകൾക്ക് നല്ല വിലയാണ്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതനുസരിച്ച് ഇതിപ്പം എനിക്കൂടെ നാണക്കേടായില്ല. വാ സ്പിൽ പ്രൂഫ് എന്ന് വെച്ചാൽ എന്നാന്ന് ഇത് കണ്ടില്ലേ, ഇതിനകത്തേക്ക് അഴുക്ക് കയറത്തില്ലാത്ത ഇത്. മറ്റേ സാധാരണ നമ്മൾ ഇത് കണ്ടോ, ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഹോളുണ്ട്. ഇത് കണ്ടോ, ഹോളുള്ളതുകൊണ്ട് നമുക്ക് ഇതിനകത്തൂടെ അകത്തേക്ക് തിളച്ച് ചാടുന്ന വെള്ളങ്ങൾ അകത്തേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഇവിടെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇതിനകത്ത് ആ പ്രശ്നങ്ങളില്ല. ഇതിനകത്ത് വെള്ളം ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു സീലുണ്ട് ഇവിടെ. സീല് പോയാൽ വെള്ളം ഇങ്ങനെ പനച്ചിറങ്ങും, അല്ലാതെ വലിയൊരു ഇതായിട്ട് ഇറങ്ങത്തൊന്നുമില്ല. പിന്നെ നമുക്ക് ഇപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പെട്ടെന്ന് കത്താതെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉറുമ്പ് കയറി ജെറ്റ് ബ്ലോക്കായി, മറ്റേത് ക്ലീൻ ചെയ്യുന്നതിലും എളുപ്പമാണ്. ഒരു സൈഡിലായതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ആ സമയം നമ്മളിപ്പോൾ ഇതിനാണെങ്കിൽ ഇത് കണ്ട്, ഇത് പൊക്കണം, ഇത് പൊക്കിയതിന് ശേഷം ഇങ്ങനെ നോക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ
ഇത് കുറച്ചും കൂടെ ഒരു എന്താ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ പാൻ സപ്പോർട്ടൊക്കെ പല ബ്രാൻഡിലും പല രീതിയിൽ ഇറങ്ങുന്നുണ്ട്. പിന്നെ 8mm ഗ്ലാസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അത് ഞാൻ ഓണാക്കിയില്ല, ഓണാക്കി കിടക്കുകയാണ്. ഈ ചിമ്മിനിയെ പറ്റി ഒരു റിവ്യൂ ചെയ്യാൻ കേട്ടോ. ഇത് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ചിമ്മിനിയാണ്, എലിക്കാട് ചിമ്മിനിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്റ്റൗ ആണ്. പക്ഷേ ഇതിൽ ഇഷ്ടപ്പെട്ടൊരു സ്റ്റൗ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നാളെ പറ്റുമെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഇട്ട് തരാം. അടിപൊളി സാധനമാണ് അത്. പക്ഷേ എല്ലാ ബ്രാൻഡുകളിലും ഇല്ല, അത് എലിക്കാട് സ്വന്തം സാധനമാണ്. വേറെ ബ്രാൻഡുകളിലൊന്നും അങ്ങനത്തെ ബർണറില്ല. അതായത് നമ്മൾ ബോഷിലൊക്കെ കണ്ടിട്ടില്ലേ, ചില അവരുടേതായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു പൊളി സാധനമാണ്. അതിൻ്റെ ബർണറിനൊക്കെ കുറേ പ്രത്യേകതകളുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് സ്പിൽ പ്രൂഫ് അല്ല, പക്ഷേ അതൊരു അടിപൊളി സ്റ്റൗ ആണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ സ്റ്റൗ, അതായത് ഇതിൻ്റെ 70, അതായത് ഇത് ഇവർക്ക് തന്നെ കുറേ സീരീസ് വരുന്നുണ്ട്, എലിക്കയ്ക്ക് തന്നെ. അതും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ഇവർക്ക് ഈ സാധനം എത്ര സീരീസ് ഉണ്ടെന്ന് അറിയാവോടാ? ഈ സ്പിൽ പ്രൂഫ് അറിയത്തില്ല, എനിക്ക് തോന്നുന്നു ഏകദേശം 10ഓളം സീരീസിൽ വരുന്നുണ്ട്. അതായത് സ്പിൽ പ്രൂഫ് വേറെ ഒരു കമ്പനിക്കും ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് ആണത്. അതായത് നമ്മൾ സ്പിൽ പ്രൂഫ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ എന്താ പറയുക, നമ്മുടെ പ്യൂർ ഫ്ലെയിംസിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ 2-3 സീരീസിലേ ഉള്ളൂ സ്പിൽ പ്രൂഫ് വരുന്നുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മുടെ മറ്റേ ഇതിൻ്റെ കുഷിനായി പോയി കഴിഞ്ഞാൽ അലക്സയ്ക്ക് മാത്രമേ ഉള്ളൂ സ്പിൽ പ്രൂഫ് വരുന്നുള്ളൂ. വേറൊരു ഇതിൽ സ്പിൽ ഇല്ല. അതായത് തിളച്ചാടി അകത്ത് പോകുന്ന, അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് ബർണർ വേറെ ഒന്നിലും. പക്ഷേ ഇവർക്ക് എലിക്കയ്ക്ക് DFS എന്ന് പറയുന്ന സീരീസിൽ എനിക്ക് തോന്നുന്നു 8ഓളം മോഡലുകൾ ഇതിൽ വരുന്നുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ ഇതിൻ്റെയൊക്കെ MRP ആണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ പറഞ്ഞിരുന്നു MRP അല്ല പറയേണ്ടത്, നെഗോഷ്യബിൾ റേറ്റാണ് പറയുന്നത്. അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഇതൊരു പബ്ലിക് മീഡിയ ആണ്, ഇതിനകത്തൂടെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോ ഷോപ്പിലും അവരുടേതായ ഡിപ്പെൻഡബിൾ പ്രൈസുകളായിരിക്കും. അങ്ങനെ നമുക്ക് അങ്ങനെ വിളിച്ച് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു 15,000 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം വേറൊരാൾ ചിലപ്പോൾ 10,000-ത്തിനായിരിക്കും വിൽക്കുന്നത്. അതല്ലാതെ വേറൊരാൾ വിൽക്കുന്നത് ചിലപ്പോൾ 16,000-ത്തിനായിരിക്കും വിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും അത് പറയുന്നത് മോശമാണ്. അതുകൊണ്ടാണ് നമ്മൾ MRP പറയുന്നത്. നിങ്ങൾ മോഡൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വില അറിയണമെങ്കിൽ ഞങ്ങളെ വിളിച്ച് വരും. അപ്പോൾ നമ്മളത് പറഞ്ഞു തരും. നമ്മൾ ഇതിനകത്ത് ലാസ്റ്റും ആദ്യം അവസാനമൊക്കെ നമ്മളുടെ നമ്പറുകൾ ഇതിനകത്ത് കയറ്റി വിടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വിളിച്ച് ചോദിക്കാം. നമ്മുടെ ഇവിടുത്തെ വിലയും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ അറിയും. ഇനി അതിൽ ലാഭമായിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ഇടുന്നെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. ഇനി അതല്ല നമ്മുടേതായ ലാഭം തോന്നി നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാം. എനിവേ എന്തെങ്കിലും ആട്ടെ. പക്ഷേ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എനിക്കൊന്ന് 38,000 മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട്. MRP എലിക്കയിൽ 38,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 38,000 എന്ന് പറയുമ്പോൾ അതിലും വില കുറച്ച് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരം. ഇപ്പോൾ ഈ സ്റ്റൗ ഇപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യുന്ന സ്റ്റൗ എന്ന് പറയുന്നത് 70,000 രൂപ, 69,990 ഇതിൻ്റെ വില. ഇതെന്ന് പറയുന്നത് ഭയങ്കര ഹെവി പ്രീമിയം സ്റ്റൗ ആണ്. പക്ഷേ ഞാൻ ഈ ഡ്രോബാക്ക് ഒക്കെ പറയുന്നത് ഇത് നശിച്ചു പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ എടുക്കല്ലെന്നോ ഒന്നും അല്ല. ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കാത്തിരുന്ന് റിവ്യൂ ചെയ്ത ഒരു സ്റ്റൗ ആണിത്. അതായത് ഇതെനിക്ക് കിട്ടാനില്ലായിരുന്നു. ഈ സാധനം ഇറങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെ ഇറങ്ങുന്നത്, ഡയറക്റ്റ് ഫ്ലെയിം ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ നമുക്കൊന്ന് പൊട്ടിച്ചൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. പെട്ടെന്ന് നമ്മൾ സംഗതി ലോഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ പ്രീമിയം ഷോപ്പാണ് ഓൾറെഡി. ലക്ഷറി ഷോപ്പ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഡിസ്പ്ലേകളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിത് ഇനിയിപ്പോൾ ഇത് ഇവിടെ നിന്ന് മാറ്റുന്നില്ല. നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പം സമയം കിട്ടി. എപ്പോൾ വേണേലും നമുക്ക് നമ്മുടെ സാധനമാണ്, എപ്പോൾ വേണേലും നമുക്ക് വീഡിയോ ചെയ്യാം, സമയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അപ്പം അത് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം എനിക്ക് എലിക്കയിൽ 3 സ്റ്റൗ ആണ് ഭയങ്കരമായിട്ട്. ഒന്ന് ഇനോക്സ് സീരീസിൽ വരുന്ന ഈ ബർണർ യൂസ് ചെയ്യുന്ന ഇനോക്സ് സീരീസിൽ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റൗ ഉണ്ട്. അത്യാവശ്യം നല്ല വിലകളാണ്. എലിക്കയിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്റ്റൗ ആണ്. പിന്നെ അതുപോലെ തന്നെയാണ് DFSൽ വരുന്ന ഈ ഒരു സീരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഡീലക്സ് സീരീസിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ സാധനം കൂടെ ഉണ്ട്. അത് നിങ്ങളെ നാളെ കാണിക്കാമെന്ന് വിചാരിച്ച, പക്ഷേ ഞാൻ കാണിച്ചേക്കാം, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടുതരാം. പൊളി സാധനമാണ് ഈ സ്റ്റൗ. ഇതൊരു കിണ്ണം കാച്ചി സ്റ്റൗ ആണ്. ഇതിൻ്റെ പല വേരിയൻ്റ് ഉണ്ട്. അതിൻ്റെ ബർണറിന് കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. കിടില സാധനമാണ്. അതായത് എല്ലാ ഇപ്പോൾ ബോഷിൻ്റെ ഞാൻ പറയാറുണ്ട്, സിമെൻസിൻ്റെ പറയാറുണ്ട്, ഫാൽമക്ക് പറയാറുണ്ട്, ആസ്കോ പറയാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ എലിക്കയിൽ കുറച്ച് എന്താ പറയുക, അവരുടെ കയ്യൊപ്പം എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതിലൊരു സാധനമാണ് ഞാൻ ഈ പറഞ്ഞ സ്റ്റൗ. അടിപൊളി ഒരു സ്റ്റൗ ആണ്. അപ്പം
അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൗവാണിത്. പക്ഷെ നമ്മളിപ്പോൾ അത് പറയുമ്പോഴും അതിൽ ഡ്രോബാക്ക് ഉണ്ട്, അത് നമ്മൾ പറയും. അതിപ്പോൾ ഏത് കമ്പനി ആയാലും നമ്മളത് പറയുമല്ലോ. നമ്മൾ ഏത് കമ്പനിയുടെ റിവ്യൂ ചെയ്യുമ്പോഴും അതിൻ്റെ രണ്ട് വശവും നമ്മൾ പറയും, അല്ലാതെ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്കാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ചെറിയ സാധനത്തിൻ്റെ കേസൊക്കെ പറഞ്ഞത്. അത് പക്ഷേ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അതിനപ്പുറത്തോട്ട് നമ്മൾ അതുകൊണ്ടൊന്നും ആരും ഇപ്പോൾ വണ്ടി ഇടിക്കുന്നില്ലേ എന്നും പറഞ്ഞിട്ട് ആരും വണ്ടി ഓടിക്കാതിരിക്കുകയോ വാങ്ങിക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഈ ഏകദേശം 3.25 ലക്ഷം രൂപയാണ് ഈ ഇരിക്കുന്ന സാധനം. 70,000 രൂപ എന്ന് പറയുന്നത് നിസ്സാര കേസാണോ? അല്ല. അപ്പോൾ ഈ 70,000 രൂപ കൊടുത്ത് നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അല്ലാതെ പിന്നെ നമ്മളിത് പറയുമ്പോൾ ചിലപ്പോൾ നാളെ ഇത് കമ്പനിയുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡിൽ ഈ സാധനം നിൽക്കും. ഇപ്പം അല്ലാതെ ഇപ്പം കമ്പനിയിൽ പല ആൾക്കാരുണ്ട്, ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഇനി ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ ചുമ്മാ ഇവന് എന്നേലും പറഞ്ഞാൽ അങ്ങനെ പോകുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ആളുകളെ നമുക്കൊരു വിഷയമല്ല. പക്ഷെ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന വേറെ കുറേ ആൾക്കാർ കാണും. അപ്പോൾ അവർ ഡിസൈനർ ആയാലും അല്ലെങ്കിൽ അവരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവരത് റിക്വസ്റ്റ് ചെയ്യും, ഇന്ന ഡ്രോബാക്കുകളുണ്ട്, അത് നമ്മൾ അടുത്ത സ്റ്റവ് ഇറക്കുമ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ അതൊക്കെ ഇതിനകത്ത് പെടും. അല്ലാതെ ഒരു സാധനത്തെപ്പറ്റി ഇങ്ങനെ കോരെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതിലൊരു അഴുക്ക് നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ നല്ലതാണെന്ന് പറഞ്ഞിരിക്കുന്ന എത്രയോ സാധനങ്ങളുണ്ട്. നല്ലതാണെന്ന് തന്നെ പറയണം, അഴുക്കഴുക്കാന്നും പറയണം. അപ്പോൾ ഇതിനകത്ത് അഴുക്കെന്ന് പറയാൻ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. ഈ ശ്രദ്ധിക്കേണ്ട 1-2 ചെറിയ സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ സംഗതി കിടുവാണ്, പൊളിക്കും. വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 ലുക്കാണ്. അത് എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിനിപ്പോൾ ഏത് DFS ആണല്ലേ, അത് ഇതിൻ്റെന്നല്ല, ഈ ഡയറക്റ്റ് ഫ്ലെയിം വരുന്ന ഏത് സ്റ്റൗ ആണെങ്കിലും പൊളിയായിരിക്കും, കാണാൻ ലുക്ക് വൈസ് അടിപൊളി തന്നെയാണ്. അത് പറയാതിരിക്കാൻ. ഞാൻ പ്യൂർ ഫ്ലെയിംസിൻ്റെ വരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ കേരളത്തിലുള്ള ബ്രാൻഡാണ്, എന്നിട്ട് പോലും അവർ ആ ഡിസൈൻ ചെയ്തിട്ട്. പക്ഷേ ഇതെല്ലാം വേറെ സത്യം എന്നാണെന്നറിയാലോ, ഇതെല്ലാം ഉണ്ടാക്കുന്ന ദൈവം വേറെയാണ്. എന്നിട്ട് പ്രവാചകന്മാരുടെ കൊടുത്തു വിടുന്നതേ ഉള്ളൂ, അല്ല വലിയ കഥയൊന്നുമില്ല ഇതിനകത്ത്. പക്ഷെ എങ്കിൽ പോലും ആ ബ്രാൻഡിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു മഹിമ എടുത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമായ കാര്യം തന്നെയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയാനുള്ളത്. അപ്പം നാളെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. പിന്നെ സൈലൻ്റ് ആയിട്ടുള്ള 1-2 ചിമ്മിനികളെ കുറിച്ചൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൈലൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതിലൊരു സാധനമാണ് ഈ സാധനം. നല്ല 23 dB സൗണ്ടേ വരുന്നുള്ളൂ, സൗണ്ടൊന്നും ഇല്ലാത്ത ചിമ്മിനി. ജസ്റ്റ് വേണം കാണിച്ചു തരാം. ചിമ്മിനി ഓണാണ്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. സൈലൻ്റ് ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ അടുത്ത നാടകം അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പം ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു ഐലൻഡ് ടീമിനുണ്ട്, അതുകൊണ്ട് ആ കാണുന്ന ഐലൻഡ് ടീമിന് അതൊക്കെ ഇതിനകത്ത് വേണം. ഇതിനകത്ത് സൗണ്ട് പ്രൂഫായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പിന്നെ ഒരു വീഡിയോ ചെയ്യാം. നിലവിൽ അപ്പോൾ ഇത് കാണിക്കുന്നു. അടുത്ത മറ്റേത് ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാതെ ഇവിടെ നിന്ന് വിട്ടുപോലും, ലൈക്ക് ചെയ്തിട്ട് പോകാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഇല്ല മോശമാണ് നിങ്ങളാണെങ്കിൽ. പിന്നെ ഇതിനകത്ത് ഫ്ലെയിം ഗാർഡിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയാതിരിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ അതൊന്നും വലിയൊരു സംഭവമൊന്നും അല്ല. ഇന്നത്തെ കാലത്ത് എല്ലാ അടുപ്പുകൾക്കും, ലോക്കൽ അടുപ്പുകൾക്കും വരെ ഈ ഫ്ലെയിം ഗാർഡ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. നമ്മൾ ചുമ്മാ കോര അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ ഫ്ലെയിം ഗാർഡ് എന്ന് പറയുന്ന സംഭവം എല്ലാ സ്റ്റൗകൾക്കും ഉണ്ട്. ഇപ്പോൾ വലിയൊരു സംഭവമൊന്നുമല്ല, പക്ഷേ കാണാൻ ലുക്ക് വൈസ് അടിപൊളിയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം പറയാനുള്ളത് എന്നാന്ന് പറഞ്ഞാൽ സ്പിൽ പ്രൂഫിനെല്ലാം ഓൾമോസ്റ്റ് 38,000 രൂപ മുതൽ വില വരുന്നുണ്ട് അല്ലേ? ഉണ്ട്. പിന്നെ താങ്കൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് പറയാം. സ്പിൽ പ്രൂഫ് സ്റ്റൗകളെല്ലാം ഒരു 38,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, പുതിയ ടെക്നോളജിയാണ്, പുതിയ ഷേപ്പാണ്, പുതിയ ഡിസൈനാണ്, പുതിയ എന്താ പറയുന്നത്, എല്ലാം പുതിയതാണ്. അതുകൊണ്ട് അവർ പുതിയ സാധനങ്ങൾ ഇറങ്ങുമ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിലായിരിക്കുമല്ലോ വില വരുന്നത്. അത് തന്നെ സംഭവം, അല്ല വേറെ ഒന്നുമല്ല. അപ്പം ഇതുപോലുള്ള ബർണറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് സ്പിൽ പ്രൂഫ് ബർണർ. അതിനെല്ലാം അത്യാവശ്യം നല്ല വിലയുണ്ട്. പിന്നെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വേറെ ഇഷ്ടംപോലെ ഹോബുകളുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, സ്പിൽ പ്രൂഫ് തന്നെ ഉപയോഗിച്ചാൽ നമ്മുടെ വീട്ടിൽ കഞ്ഞി വെക്കുകളൊന്നും നിർബന്ധമൊന്നുമില്ല, എല്ലാം ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഈ കാശുണ്ടെങ്കിൽ നമുക്ക് സ്പിൽ പ്രൂഫ് വെക്കാം. അതിന് വേറൊരു എന്താ പറയുന്ന ഒരു ഷോയും കാര്യങ്ങളൊക്കെയാണ്, ഒരു ഗമയാണ്. ഇപ്പം നമ്മളൊരു BMW കാറും ഒക്കെ ആയിട്ട് പോകുന്ന പോലെ അല്ലേ വീട്ടിൽ അടുക്കളയിൽ 70,000-80,000 രൂപയുടെ ഒരു സ്റ്റൗ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നത്. പക്ഷേ അതേ ഉള്ളൂ, അല്ലാതെ അതിനപ്പുറത്തോട്ട് വേറെ 80,000 രൂപയുടെ സ്റ്റൗ എടുത്തത് കൊണ്ട് അവിടെ വലിയ സംഭവങ്ങൾ നടക്കുന്നു എന്നൊന്നുമില്ല കേട്ടോ. കാണാൻ ലുക്ക് വൈസ് അടിപൊളിയായിരിക്കും. നമ്മൾ കാശ് മുടക്കുന്നതിൻ്റെ ആ ഒരു ലുക്ക് ഇതിലുണ്ടെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പം എനിക്കാണെങ്കിലും ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് 90 സെൻറ്റിമീറ്ററിലൊക്കെ ഇങ്ങനത്തെ സ്റ്റൗ ഒക്കെ വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്.
അപ്പോൾ ശരി, വിട്ടോ പോകാൻ സമയമായി.